ഇത് നിങ്ങളുടെ മതത്തിലുള്ള ഒരു പ്രഭാഷണം ആയിക്കോട്ടെ. മമ്മൂട്ടി നമ്മുടെ ആണല്ലോ, അങ്ങനെ നടന്നോട്ടെ. അതിന് പരക്കെന്താ? ഇന്ത്യക്ക ഇങ്ങനെയല്ല. സിനിമാ നടന്മാരുടെ ശബ്ദമൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ശൈലി ഉണ്ടായിരിക്കണം, അവരുടെ ആ രീതിയിൽ വേണം അത് പറയാം. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒക്കെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തരിച്ചിരുന്നു. സുരേഷ് ഗോപി സുരേഷ് ഗോപിനെ അറിയാനാണ്, മോഹൻലാലിനെ മമ്മൂട്ടിനെ അറിയാലോ, അല്ലാണ്ട് ഒരു മനുഷ്യനെ. സുരേഷ് ഗോപിയുടെ ഒക്കെ ഡയലോഗ് കേൾക്കണം, ആ ശൈലി. അങ്ങനെ ഓരോന്നിന്റെ ശൈലി നമ്മൾ കണ്ടെത്തണം. സുരേഷ് ഗോപിയുടെ സൗണ്ട് ഒന്നും എനിക്ക് അങ്ങനെ അറിയില്ല, പക്ഷെ ഞാൻ ആ ശൈലി കാണിച്ചു തരാം, എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇതൊന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഓരോ ആർട്ടിസ്റ്റുകളെ അവരുടേതായ ശൈലിയിൽ ഇക്ക കാണിക്കണം. റെഡിയാണോ? പിന്നെന്താ? ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല, ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിയതല്ലേ. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം അമേത് 3 നേരം തിന്നണ നിനക്ക് ആ പേര് ചേരൂ, എനിക്ക് ചേരില്ല. അന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ അല്ല, അന്നെ ഞാൻ എന്തെങ്കിലും ഒരു കമാന്നൊരു അക്ഷരം ഞാൻ ഇവിടെ വന്നിട്ട് അന്നെ ഞാൻ പറയെ പിടിക്കണ്ടായ അല്ല, എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ എന്ത് ഭ്രാന്താ ഈ കാട്ടി കൂട്ടുന്നത്? എന്താ പന്നെ ഞാൻ വല്ല ഒരു വാക്ക് പറഞ്ഞ? പിന്നെ എന്താ എനിക്ക് നടക്ക് ഭ്രാന്താ? ഞാനും ഒന്നും പറഞ്ഞില്ലല്ലോ. അത് മാത്രം ഈ പറയരുത്. ഉപ്പല്ല ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ എവിടുത്തെ ഡയലോഗായാലും ശരി, മോനെ 2 അറ്റാക്ക് കഴിഞ്ഞാൽ മനുഷ്യൻ ഞാൻ അത് ചെയ്യരുത് കേട്ടാ. ആയിക്കോട്ടെ, അനാവശ്യം ചെയ്യാ. അതിന്റെ ഇടയിൽ കൂടെ അമേദ്യം എന്നൊക്കെ പറഞ്ഞത് നല്ല വാക്കല്ല, അത് മനസ്സിലാക്കോ. അങ്ങനെയൊക്കെ വിദ്യാഭ്യാസം ഒന്നും ഇല്ല, പറഞ്ഞത് ശരിയല്ല. അഭിനയിക്കാൻ വന്നതാണോ? അഭിനയിക്കാൻ വന്നൊക്കെ വയസ്സായ ആൾക്കാർ അഭിനയിക്കാൻ വന്നതാണോ? അതെ. ആണെങ്കിൽ ഇതുപോലെ ദേഷ്യപ്പെട്ട് അഭിനയിക്കണം. ദേഷ്യപ്പെട്ട് ഇങ്ങനെ പൗരുഷത്തോടെ അപ്പൊ ഇതിങ്ങനെ ദേഷ്യപ്പെടുന്നവരെ ഞങ്ങൾ എടുക്കോളൂ. അതെ അതെ, ആർക്കാ പറ്റാത്ത ദേഷ്യപ്പെടാൻ ഏത് ആൾക്കാർക്കും പറ്റും. മാന്യായിട്ട് ജീവിക്കാൻ ആൾക്കാർക്ക് പറ്റാം. എന്നാ ഇതുപോലെ പറയണം. ഞാൻ കാണിച്ചാൽ അവിടെ ഈ പറഞ്ഞൊക്കെ ഉണ്ടാവും. മനസ്സിലായി? ദേഷ്യപ്പെട്ടിട്ടല്ലേ ഇവിടെ കേട്ടാ. അത് ശരി. അപ്പൊ പറഞ്ഞ കാണിച്ചാൽ ഞങ്ങൾ എടുക്കുക എന്തായാലും വേണ്ടില്ല. ഇവിടെ എന്താ ഈ മനസ്സിലാക്കിയത്? മോഹൻ തോമസ് എന്നെ കൊല്ലി ഞാൻ അമേദ്യം. എന്താ ഈ മനസ്സിലാക്കിയത്? എന്റെ കയ്യും കാര്യം ഞാൻ തല്ലി മുറിക്കും. നമുക്ക് എന്താ ഈ ഇന്നട കളിക്കണ അമേദ്യം മോഹൻ തോമസ്? നിർത്തോ, എന്താ എന്തായി കാട്ടിക്കൂടുന്നു? ഒന്ന് ക്ഷമിക്കാൻ കൂടെ. ശരിയായില്ലേ? ഒന്ന് ക്ഷമിച്ചേക്ക്. പ്രഷർ ഉണ്ട്. ഒരു കാര്യം, പ്രഷർ അവിടെ മാത്രമല്ല, എനിക്കും പ്രഷർ ഉണ്ട്. മനസ്സിലായി? ഈ ആൾക്കാരൊന്നും കൊണ്ടൊന്നും എനിക്കിത് പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഇതിന് പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലായി. എന്താ കുട്ടി നിന്നോട് ചൂടാവാൻ പറഞ്ഞിട്ട് പിന്നെ ഇത് അഭിനയമാണ്, സീരിയസ് ആക്കി എടുക്കണം. ചീത്ത പറയണ എന്തിനാ ഞങ്ങളെ? അല്ല, അത് പിന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിടൊന്നുമില്ല. അത് ഏതായാലും മിമിക്രി അറിയോ? മിമിക്രി കണ്ടിട്ടുണ്ടോ? ഞാൻ മിമിക്രി എന്താ ഞാൻ ചെയ്യുന്നത്? പ്രശ്നം തന്നെയാണ്. എനിക്ക് മിമിക്രി എന്താന്ന് അറിയില്ല. മിമിക്രി ഒക്കെ കണ്ടു പഠിച്ചെങ്കിലല്ലേ നമുക്ക് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റും. അവനോട് ചൂടായിക്കോൻ അത് ചൂടായതല്ല. എനിക്കൊക്കെ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ ഇന്നലത്തെ ഇന്റർവ്യൂല് കുറെ ആൾക്കാരെ എടുത്തിട്ടുണ്ട് ഈ സിനിമയിലേക്ക്. ഓൾറെഡി എടുത്ത ആൾക്കാരുണ്ട്, അവരെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് ഇത് കണ്ടു മനസ്സിലാക്കാൻ പറ്റും. കണ്ടു മനസ്സിലാക്കണം. അഭിനയം എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, എങ്ങനെയാണ് അനുകരിക്കേണ്ടത്, എന്നിട്ട് അതിന് ശേഷം ഇന്നെടുക്കും. അത് മതി. വേണ്ടെന്ന് ഇന്നെടുത്താ മതി. ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ആയിക്കോട്ടെ. അപ്പൊ ഇന്നലെ എടുത്തവരെ ഞാൻ വിളിക്കാം. ജയദേവൻ ഒന്ന് വരുമോ? ഈ പുള്ളിക്ക് സെലക്ഷൻ കിട്ടിയതാ. അപ്പൊ ഞാൻ ഇവിടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. ജയദേവൻ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഐമൂട്ടിക്കയ്ക്ക് മിമിക്രി പഠിക്കണം. അതെ അതെ. അപ്പം ജയദേവൻ ഇന്നലെ കാണിച്ച നമ്പർ അടിപൊളിയായിരുന്നു. അപ്പൊ ഇത് ഒന്നുകൂടെ ഞാനും ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാരും വിളിച്ചോ? കുടുംബസമേതം പോരെ? അതെ, അനുകരണമുണ്ട്, ഫിഗർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്നലത്തെ പെർഫോമൻസ് ഒന്ന് കാണാറുണ്ട്. തകർന്നു പോയി ഞങ്ങള്. എന്റെ ഭാര്യ തന്നെ അല്ലേ? എന്റെ ഭാര്യ തന്നെ അല്ലേ മൂപ്പരും? അയ്യോ അതല്ല, അടിപൊളിയായിരുന്നു. സിനിമയില് ഞാൻ ആദ്യം ശ്രീനിവാസൻ. അതെ ശരിയാ, തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാള സിനിമയുടെ മുത്ത് ശ്രീനിവാസനെ അറിയോ?